Good morning. Welcome to my class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് സോഴ്സ് കൺവേർഷൻ ആൻഡ് പ്രോബ്ലംസ്. വോൾട്ടേജ് സോഴ്സുകളും കറണ്ട് സോഴ്സുകളുടെ കൺവേർഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവാം. A given voltage source with a series resistance can be converted into an equivalent current source with a parallel resistance. ഒരു വോൾട്ടേജ് സോഴ്സും ഒരു സീരീസ് റെസിസ്റ്റൻസിനെയും നമ്മൾക്ക് ഒരു കറണ്ട് സോഴ്സ് പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. Conversely, a current source with a parallel resistance can be converted into a voltage source with a series resistance. നേരെ മറിച്ച് ഒരു കറണ്ട് സോഴ്സ് വിത്ത് എ പാരലൽ റെസിസ്റ്റൻസ് അതിനെ നമ്മൾക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. Suppose we want to convert the voltage source of figure into an equivalent current source. First, we will find the value of current supplied by the source when a short is put across in terminals A and B. ഇവിടെ 2.75 A എന്ന് പറയുന്ന പടത്തിൽ കാണുന്ന സർക്യൂട്ടിൽ നമ്മൾക്ക് വോൾട്ടേജ് സോഴ്സിന് പകരം കറണ്ട് സോഴ്സ് കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ടെർമിനലിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്തിട്ട് ആ ഷോർട്ട് സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ടിനെ മനസ്സിലാക്കിയിട്ട് ആ കറണ്ടിൻ്റെ വാല്യൂക്ക് തുല്യമായ കറണ്ട് സോഴ്സിനെ കണക്ട് ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി ആ സർക്യൂട്ടിലുണ്ടായിരുന്ന റെസിസ്റ്റൻസിനെ പാരലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ട് അതേ വാല്യൂ ഉള്ള കറണ്ട് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റൻസും കണക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജ് സോഴ്സിനെ കറണ്ട് സോഴ്സായിട്ട് മാറ്റി. A current source supplying this current and having the same resistance R connected in parallel with it represents the equivalent source. Similarly, a current source of I and parallel resistance R can be converted into a voltage source of voltage V is equal to IR and a resistance R in series with it. ഇതേപോലെ തന്നെ നമ്മൾക്ക് തിരിച്ചും ചെയ്യാൻ സാധിക്കും. എന്താണ് അതിന് കണ്ടീഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് സീരീസ് റെസിസ്റ്റൻസും കൂടെ ഒരു കറണ്ട് സോഴ്സ് പാരലൽ റെസിസ്റ്റൻസ് കോമ്പിനേഷന് തുല്യമാകുന്നത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഒന്നാമത്തേത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജസ് ആർ ഈക്വൽ, രണ്ടാമത്തേത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്സ് ആർ ഈക്വൽ. ടെർമിനൽസിൽ ഒരു സീറോ റെസിസ്റ്റൻസ് ഉള്ള വയർ കണക്ട് ചെയ്താൽ ഷോർട്ട് സർക്യൂട്ടായി. ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടുകൾ തുല്യമായിരിക്കണം. പിന്നെയോ രണ്ട് ടെർമിനലുകൾ ഓപ്പൺ ആയിരിക്കുമ്പോൾ ഉള്ള വോൾട്ടേജും തുല്യമായിരിക്കണം. In the figure 2.75a, voltage across terminals A and B when they are open is V because there is no drop across R. Short circuit current across V is equal to I is equal to V by R. അതേപോലെ 2.75a എന്ന് പറയുന്ന പടത്തിൽ നമ്മൾക്ക് എയും ബിയും ഓപ്പൺ ആയിരിക്കുമ്പോൾ വോൾട്ടേജ് വി തന്നെയാണ്, കാരണം ആറിൽ ഡ്രോപ്പ് ഒന്നുമില്ല. അതേസമയം ഷോർട്ട് സർക്യൂട്ട് ചെയ്താലുള്ള കറണ്ട് ഐ തന്നെയാണ്. Now take the circuit of 2.75c. The open circuit voltage across AB is drop across R. ഈ ഓപ്പൺ സർക്യൂട്ട് മൂന്നാമത്തെ പടത്തിൽ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുന്ന എ ബിയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ആറിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് തന്നെയാണ്. If a short is placed across AB, the whole of I passes through it because R is completely shorted out. ഒരു ഷോർട്ട് സർക്യൂട്ട് ഒരു ലോ റെസിസ്റ്റൻസ് എയിൽ ബിയിലും കണക്ട് ചെയ്താൽ നമ്മൾക്ക് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അക്രോസ് എ ബി ഈസ് ഇക്വൽ ടു ഐ ഈസ് ഇക്വൽ ടു വി ബൈ ആർ. അപ്പോൾ മൂന്നാമത്തെ സർക്യൂട്ടിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു ആറിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് മുഴുവനും ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ അതിലേക്കൂടെ പോകും. ഒരു പ്രോബ്ലം ചെയ്യാം. കൺവേർട്ട് ദ വോൾട്ടേജ് സോഴ്സ് ഓഫ് ഫിഗർ 2.73a into an equivalent current source.
ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ വോൾട്ടേജ് സോഴ്സും സീരീസ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈക്വലൻറ്റ് കറണ്ട് സോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ട് ചെയ്യണം. ആ ഷോർട്ട് സർക്യൂട്ടിലേക്ക് പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ 10/5 വോൾട്ടേജ് ബൈ കറണ്ട് റെസിസ്റ്റൻസ് is 2 ampere. That is 2 ampere is flowing through the short circuit AB. ആ ഷോർട്ട് സർക്യൂട്ടിലേക്ക് പോകുന്ന കറണ്ട് 2 ആംപിയർ ആണെങ്കിൽ ആ 2 ആംപിയർ കറണ്ട് സോഴ്സാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ആ 2 ആംപിയർ കറണ്ട് സോഴ്സും നേരത്തെ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഇക്വലന്റ് വോൾട്ടേജ് സോഴ്സ് ഫോർ ദ കറണ്ട് സോഴ്സ് ഇൻ ഫിഗർ 2.77a. ഫൈൻഡ് ദ ഇക്വലന്റ് വോൾട്ടേജ് സോഴ്സ് ഫോർ ദ കറണ്ട് സോഴ്സ് ഇൻ 2.77a. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് തന്നിട്ടുണ്ട്, അതിന് പകരമുള്ള വോൾട്ടേജ് സോഴ്സ് കണ്ടുപിടിക്കണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. എയും ബിയും ആണ് ടെർമിനൽസ്. എയും ബിയും തമ്മിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 ohmsന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അതെന്ന് പറയുന്നത് 5 × 2 ആണ്, 10 വോൾട്ട് ആണ്. അത് തന്നെയായിരിക്കും വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ്. Use source conversion technique to find the load current I in the circuit 2.78a. ഇവിടെ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ സോഴ്സ് കൺവേർഷൻ ടെക്നിക് ഉപയോഗിച്ച് ലോഡ് കറണ്ട് കണ്ടുപിടിക്കുക. 6 volt source with a series resistance of 3 ohm has been converted into a 2 ohm ampere current source with a 3 ohm resistance in parallel. ആദ്യമായി 6 വോൾട്ടും 3 ഓംസും കണക്ട് ചെയ്തിരുന്നതിനെ നമ്മൾ ഒരു കറണ്ട് സോഴ്സായിട്ട് മാറ്റാൻ സാധിക്കും. 6/3 എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. 2 ആംപിയറും 3 ഓംസ് സീരീസ് ആയിരുന്നത് പാരലൽ ആവുകയും ചെയ്യും. അപ്പോൾ 3യും 6ഉം പാരലലായി. അതിനുശേഷം ഒരു 3 ആംപിയർ കറണ്ട് സോഴ്സും ഉണ്ട്, പിന്നെ ലോഡ് റെസിസ്റ്റൻസും ഉണ്ട്. ഈ രണ്ട് പാരലൽ റെസിസ്റ്റൻസിനെയും നമ്മൾക്ക് 3, 6 പാരലൽ ആയതുകൊണ്ട് 3 × 6/3 + 6 2 ഓംസ് ആയിട്ട് സങ്കല്പിക്കാം. അപ്പോൾ 2 ഓംസ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അടുത്തതായി 2 കറണ്ട് സോഴ്സ് cannot be combined together because of the 2 ohm resistance present in between points A and C. രണ്ട് പോയിന്റുകൾ എയും സിയും തമ്മിൽ 2 ഓംസ് ഉള്ളതുകൊണ്ട് 3 ആംപിയറും 2 ആംപിയറും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ 2 ആംപിയർ കറണ്ട് സോഴ്സിനെ വോൾട്ടേജ് സോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 2 ആംപിയറും 2 ഓംസും പാരലൽ ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് 4 വോൾട്ടാണ്. അപ്പോൾ 4 വോൾട്ട് വോൾട്ടേജ് സോഴ്സായിട്ട് സങ്കല്പിക്കാം. 4 വോൾട്ടും പിന്നെ ഉള്ളത് ആ 4 വോൾട്ടിൻ്റെ കൂടെയുള്ള 2 ആംപിയർ സീരീസ് ആണ്. അപ്പോൾ 2ഉം 2ഉം സീരീസ് ആയി, അപ്പോൾ 4 ആംപിയർ ആയി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഒരു വോൾട്ടേജ് സോഴ്സ്, അതിൻ്റെ കൂടെ 4 ആംപിയർ സീരീസും പിന്നെ ഒരു കറണ്ട് സോഴ്സും ആണുള്ളത്. അപ്പോൾ 4 ആംപിയർ 4 വോൾട്ട് ബൈ 4 ഓംസ് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. അപ്പോൾ ആ 1 ആംപിയർ കറണ്ടായിട്ട് സങ്കല്പിക്കാം. 1 ആംപിയറും 3 ആംപിയറും രണ്ട് കറണ്ട് സോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു പാരലൽ റെസിസ്റ്റൻസും ഉണ്ട്. പാരലൽ ആയതുകൊണ്ട് നമ്മൾക്ക് ഈ രണ്ട് കറണ്ട് സോഴ്സുകളെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് 3 ആംപിയർ + 1 ആംപിയർ 4 ആംപിയർ ആയി. പിന്നീടുള്ളത് ഒരു 4 ഓംസ് ലോഡ് റെസിസ്റ്റൻസ്. പിന്നെ ഉള്ളത് ഒരു 1 ഓമും RLഉം ആണുള്ളത്. So the 4 ampere current is divided into 2 equal parts at a point A because of each of the 2 parallel paths as a resistance 4 ohms. ഈ രണ്ട് പാത്തിലും 4 ഓംസ് ആണുള്ളത് കൊണ്ട് 4 ആംപിയർ രണ്ടും
ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ ആമിലും 2 ആംപിയറാണ് ഉണ്ടാകുക. അടുത്തതായി ഐഡിയൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സോഴ്സ്. A voltage source whose output terminals voltage remains constant, whatever be the change in load current. Such an voltage source having zero internal resistance, so that there is no internal voltage drop in the source, that is called as an ideal constant voltage source. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, കോൺസ്റ്റൻ്റായി നിലനിൽക്കുമ്പോൾ വാട്ടെവർ ബി ദ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സീറോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, so that the internal voltage drop in the source is zero. In that case, the output voltage provided by the source would remain constant irrespective of the amount of current drawn from it. ആ കേസിൽ the output voltage provided by the source would remain constant irrespective of the amount of current drawn from it. അപ്പോൾ എത്ര തന്നെ കറണ്ട് വന്നാലും ലോഡ് റെസിസ്റ്റൻസിന് മാറ്റം സംഭവിച്ചാലും ഔട്ട്പുട്ട് വോൾട്ടേജിന് മാറ്റം സംഭവിക്കില്ല. കാരണം ആ സെല്ലിനുള്ളിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വളരെ സീറോ ആണ്, വളരെ ചെറുതാണ്. അതേസമയത്ത് ഒരു ഹൈ ആയിട്ടുള്ള വോൾട്ടേജ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ള ബാറ്ററി ആണെങ്കിൽ ആ ബാറ്ററിയിൽ കറണ്ട് പോഴുകുമ്പോൾ ആ ബാറ്ററിക്കുള്ളിൽ തന്നെ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഡ്രോപ്പ് ഉണ്ടാവും. ആ ഇൻറ്റേർണൽ ഡ്രോപ്പ് വളരെ ഹൈ ആയതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് മാറുന്നുണ്ടാവും. ഇനി ഐഡിയൽ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ്. ഇത് കഴിഞ്ഞിട്ട് ideal constant current source is a source whose internal resistance is infinity. So a source having very high resistance when we compare to the external load resistance. ഏതെങ്കിലും ഒരു കറണ്ട് സോഴ്സിൻ്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കുകയും അത് എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് ഐഡിയൽ ആകുമ്പോൾ എപ്പോഴാണ്, ആ വോൾട്ടേജ് സോഴ്സിനുള്ളിലുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സീറോ ആകുമ്പോഴാണ്. അതേസമയത്ത് ഒരു കറണ്ട് സോഴ്സ് ഐഡിയൽ ആകുന്നത് എപ്പോഴാണ്, ആ കറണ്ട് സോഴ്സിനുള്ളിലുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. അപ്പോൾ ദ കറണ്ട് സപ്ലൈഡ് ബൈ ദ സോഴ്സ് വേരി ചെയ്യാൻ പാടില്ല. ബിക്കോസ് വെൻ ദ ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് 10 times കറണ്ട് ഡിക്രീസസ്. സോ ലോഡ് റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് കറണ്ട് മാറും. പക്ഷേ എല്ലാ സമയത്തും ഔട്ട്പുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനുള്ളിൽ ഒരു കറണ്ട് സോഴ്സിനെ കൊണ്ട് ഒരു ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടാകാൻ ആ കറണ്ട് സോഴ്സ് കൊണ്ടുള്ള ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടാകാൻ പാടില്ല. That comes to the end of this.